തിരുവില്ലാമലയുടെ സ്വപ്ന പദ്ധതിയായ മിനി സിവിൽ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കു വേണ്ടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് നൽകിയത് 60 ലക്ഷം രൂപയാണ്. എന്നാൽ തിരുവില്ലാമലയുടെ വികസന സ്വപ്നങ്ങൾ തകർത്തത് ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ്. അരക്കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടും നിർമ്മാണ ഉദ്ഘാടനം നടന്ന പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നത് LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് വിഭാഗമാണെന്നാണ് ആരോപണം. 2023-24 സാമ്പത്തിക വർഷത്തിലാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾക്കായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് തിരുവില്ലാമല ഡിവിഷൻ മെമ്പറും ജില്ലാ പഞ്ചായത്തിൻ്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ദീപ എസ് നായർ 40 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചത്. തുടർന്ന് വിപുലമായ രീതിയിൽ തന്നെ നിർമ്മാണ ഉദ്ഘാടനവും പൂർത്തിയായി. 2024-25 സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിലേക്കായി 20 ലക്ഷം രൂപ കൂടി വകയിരുത്തി. എന്നാൽ സ്ഥലം മാറി വന്ന തിരുവില്ലാമല പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കാണിച്ച് പദ്ധതി നിർവഹണം തടസ്സപ്പെടുത്തി. തുടർന്ന് കെട്ടിടത്തിന്റെ ബലക്ഷയ പരിശോധനയ്ക്കായി പഞ്ചായത്ത് ഭരണസമിതി 2.5 ലക്ഷം രൂപയും വകയിരുത്തി. ഇതിനെ തുടർന്ന് എഞ്ചിനീയറിംഗ് കോളേജിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഉന്നതതല സംഘം കെട്ടിടത്തിൽ പരിശോധന നടത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ വിമുഖത കാണിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഡിവിഷൻ മെമ്പറും തൃശൂർ ജില്ലാ പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ദീപ എസ് നായർ വിജിലൻസിൽ പരാതി നൽകിയത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവം നഷ്ടമാക്കിയത് തിരുവില്ലാമലയുടെ വികസന സ്വപ്നങ്ങളാണ്. ഇത്തരം ഉദ്യോഗസ്ഥ നിലപാടുകളിൽ ബാഹ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നതും ഈ സാഹചര്യത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഫണ്ടുണ്ടായിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാതെ പഞ്ചായത്ത് ഭരണസമിതിയും വികസനത്തിൽ നിന്ന് പുറകോട്ടു പോകുവാൻ കാരണമെന്തെന്ന ചോദ്യം പൊതുസമൂഹം ഉയർത്തുമ്പോൾ ഭരണകർത്താക്കൾ മറുപടി പറഞ്ഞേ മതിയാകൂ.